ഈ പറഞ്ഞു വന്ന് ബിഗ് ബോസ് രേണു എന്നുള്ള രീതിയിലേക്ക് എത്തിയ വാർത്തകൾ എനിക്കറിയില്ല. ഓ ഒന്നും അറിയാത്ത പോലെ. എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാ പോവും. നോക്കിയിരുന്നോ അവിടെ ഒരു പൂതി. എവിടെ പോയാലും ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം എന്നല്ല, ഏത് ഞാനായിട്ട് തന്നെ നിൽക്കും. സിനിമയിലോ അല്ലെങ്കിൽ ക്യാരക്ടർ വേഷത്തിലോ മാത്രമേ ഞാൻ വേറെ ക്യാരക്ടർ ആവത്തുള്ളൂ. വിജിച്ചേട്ടൻ മാത്രമേ പോയിട്ടുള്ളൂടാ. എന്റെ കുടുംബത്തെ സംരക്ഷിക്കാനും രക്ഷിക്കാനും എനിക്കറിയാം. സിനിമയിലോ അല്ലെങ്കിൽ ക്യാരക്ടർ വേഷത്തിലോ മാത്രമേ ഞാൻ വേറെ ക്യാരക്ടർ ആവത്തുള്ളൂ. വെറുതെ ചിരിപ്പിക്കരുത്. ശരിക്കും സുചേട്ടൻ എന്നുണ്ടായിരുന്നെങ്കിൽ ശരിക്കും എടുക്കുന്ന അല്ലെങ്കിൽ ഷോർട്ട് മൂവീസ് ആയിരുന്നു കുറെ കൂടി സെലക്റ്റീവ് ആവുമായിരുന്നോ? സുചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇങ്ങനെ മൂവിയിലോട്ട് ഞാൻ അല്ലെങ്കിൽ ഈ ഷോർട്ട് മൂവി ഞാൻ വരില്ലല്ലോ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ശരിക്കും അങ്ങനെ ഒരാൾ പാർട്ണർ വേണം, ഇനി ഒരു കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെ ചിന്തയുണ്ടോ? എന്താ പറഞ്ഞേ? ഉണ്ടോ ഇനിയൊരു വിവാഹത്തെ കുറിച്ചിട്ട്? ഇപ്പം ചിന്തയില്ല, നാളെ ഇനി എന്താ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഈ ജന്മം ശരിയാവില്ല. ഇത്തരം ഇപ്പം നമ്മൾ കുറേ ഇപ്പോൾ നടിമാരെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെ കുറേ ആക്ട്രസിനെ കുറിച്ച് ചെയ്ത വേഷങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നാറുണ്ടോ? ഈ വേഷം ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹിച്ചുള്ളൊരു നടിയും വേഷം ഏതാ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. യക്ഷി വേഷം ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയത്തില്ല, യക്ഷിയാകാൻ ഭയങ്കര ഇഷ്ടമാണ്. നീ ഏത് കോലം കെട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തയ്ക്ക് മാറത്തില്ലേ? അത്രത്തോളം ലിപ് ടോക്ക് സീൻ വരുന്നു അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമുള്ള സീനുകളൊക്കെ വന്ന രേണുസുതി അഭിനയിക്കും എന്നുള്ളത് ശരിക്കും അങ്ങനെ പ്രശ്നമുണ്ടോ, പരിമിതികളുണ്ടോ ഒരു അഭിനേതാവ് എന്ന നിലയിൽ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും. നമ്മളെ കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ സിനിമയുടെ കാര്യമാണ് ഡയറക്ടർ പറഞ്ഞ നമ്മൾ ക്യാരക്ടറിന് വേണ്ടി അതും ചെയ്യും. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും.